കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരങ്ങൾക്ക് നിരോധനം. ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ് ചൂണ്ടിക്കാട്ടി പോലീസ് വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്ത് നൽകി. തേഞ്ഞിപ്പാലം പോലീസാണ് കത്ത് നൽകിയത്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഈ ഉത്തരവ് എന്നുണ്ടായതാണ്? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അഖില, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും വിദ്യാർത്ഥി സംഘടന പ്രത്യേകിച്ച് SFIയുമായി ചേരിപ്പോര് ഏറെ ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായതാണ്. നാളെ മുതൽ വീണ്ടും പ്രതിഷേധത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് ഇപ്പോൾ 2012 ഒരു ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് ഈ സംഘടനകൾക്കും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരുടെ സംഘടനകൾക്കും വിദ്യാർത്ഥികളുടെ സംഘടനകൾക്കും എല്ലാം ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാരണം യൂണിവേഴ്സിറ്റിക്കകത്ത് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ സമരമുണ്ടാകുമെന്നും അത് സംഘർഷത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു സൂചനയുടെ ഭാഗം കൂടിയാണ് അത്. കാരണം നേരത്തെ ഈ വൈസ് ചാൻസലറുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ 2012 കോടതി വിധി ചൂണ്ടിക്കാട്ടി ഈ സമരങ്ങളെല്ലാം നിരോധിക്കണം, അല്ലെങ്കിൽ സമരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട പോലീസിനെ സമീപിച്ചത്. തേഞ്ഞിപ്പാലം പോലീസാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെ SFIയുടെ നേതൃത്വത്തിൽ ഈ വൈസ് ചാൻസലറെ നേരിൽ കാണുന്നതിനും 9 SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സമരം ചെയ്തതിൻ്റെ പേരിൽ. അതിൻ്റെ കാരണങ്ങളും മറ്റുമായി ആലോചിക്കുന്നതിന് വേണ്ടി വൈസ് ചാൻസലറെ നേരിൽ കാണുന്നതിന് SFI നാളെ തീരുമാനമെടുത്തിരിക്കുകയാണ്. അത് വലിയൊരു സമരത്തിലേക്കും സംഘർഷത്തിലേക്കും പോകും എന്ന് ഉറപ്പായതോടുകൂടി തന്നെയാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്ത്, അതായത് ആ പരീക്ഷാ ഭവൻ, ഒപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, മറ്റ് കെട്ടിടങ്ങൾ ഈ കെട്ടിടങ്ങളുടെ 200 മീറ്റർ അകലെ മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ. ഇതിനടുത്ത് ഒന്നും സമരം ചെയ്യാൻ പാടില്ലെന്നുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് സർവകലാശാലയുടെ കൂടി ആവശ്യപ്രകാരമാണ് ഇപ്പോൾ പോലീസ് ഈ വിദ്യാർത്ഥി സംഘടനകൾക്കും അധ്യാപകരുടെ സംഘടനകൾക്കും ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അഖില.